ഹായ് ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ക്ഷമയുടെ പുതിയ എപ്പിസോഡില് മുത്തശ്ശി രാധികയുടെ അമ്മയെക്കുറിച്ച് പറഞ്ഞതൊക്കെ രാധികയെ വീണ്ടും വേദനിപ്പിക്കണേ. അങ്ങനെ അത് പറഞ്ഞ് യശോദമ്മയുടെ മുന്നിൽ കരയുമ്പോ യശോദമ്മ പറയും, എന്റെ കണ്ണ, എന്റെ മോളെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? ചൂണ്ടിക്കാണിച്ചു തരാൻ അമ്മയ്ക്ക് ഒരു പരിഹാരമേ ഉള്ളൂ. സങ്കടങ്ങൾ ഇറക്കി വെക്കാൻ നമുക്കൊരു സ്ഥലമേ ഉള്ളൂ. ഭഗവാന്റെ തിരുനട. മോൾ അമ്പലത്തിലേക്ക് ചെല്ലേ. പറയാനാണെങ്കിലും കരയാനാണെങ്കിലും നിന്റെ ഭഗവാന്റെ മുന്നിൽ മതി എന്ന് പറയുമ്പോഴും രാധിക ഇങ്ങനെ കരയണേ. ശേഷം പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് ഒരു കാറ് വരികയാണ്. അതിന്ന് ഇറങ്ങുന്നത് അശ്വതിയും അതുപോലെ ശ്യാമയാണ്. അവര് വീണ്ടും ആ ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുക. അങ്ങനെ അശ്വതി പറയണേ, ശ്യാമയെ ഇപ്പൊ പോന്നപ്പോഴും ഐശ്വര്യ ബഹളം വെച്ചു, നീ ക്ഷേത്രത്തിലേക്ക് പോകാൻ പാടില്ലെന്നൊക്കെ പറയുന്നേ. ശ്യാമ പറയും, അതെന്റെ തീരുമാന. ഇനി ഇതിനുള്ള വിലക്ക് ഐശ്വര്യ എടുത്ത് എന്നോട് പറഞ്ഞാൽ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞോളാം. അശ്വതി പറയും, ഒരു തരത്തിൽ നമ്മൾ കാണിക്കുന്നത് ഒരു അബദ്ധമല്ലേ? നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിലേ ശ്യാമയുടെ മകൾ ഇവിടെ ഉണ്ടെന്ന് ഐശ്വര്യ കരുതില്ലേ? ശ്യാമ പറയും, വെറും ഉറപ്പല്ല, അത് സത്യമാണ്. എന്റെ മോള് ഈ ചുറ്റുവട്ടത്ത് എവിടെയോ ഉണ്ട്. പലതവണ അതിന് തെളിവ് കിട്ടിയില്ലേ ചേച്ചി? വാ എന്ന് പറഞ്ഞ് അവര് ക്ഷേത്രത്തിനകത്തേക്ക് പോവാണേ. കയറുന്നതിന്റെ മുമ്പും ശ്യാമ പറയും, ഒരു കാര്യം എനിക്ക് ഉറപ്പാ, അവളെ നഷ്ടപ്പെട്ട അന്നു മുതല് ഞാൻ കണ്ണനോട് പ്രാർത്ഥിച്ചതാ അവളെ കാത്തോളണേന്ന്. ഭഗവാൻ അവളെ കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രവും എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാ. അശ്വതി ചേച്ചി നോക്കിക്കോ, ഈ നടയിൽ വെച്ച് തന്നെയായിരിക്കും ഭഗവാൻ എനിക്ക് അവളെ കാണിച്ചു തരുന്നത്. എന്തോ എന്റെ മനസ്സങ്ങനെ പറയുന്നു. അങ്ങനെ അവര് ക്ഷേത്രത്തിനകത്തേക്ക് കയറണേ. അപ്പോ അശ്വതി പറയും, ശ്യാമ പ്രാർത്ഥിച്ചോളൂ, ഞാൻ നാളികേരം വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു പോവും. ശ്യാമ അവിടെ നിന്ന് പ്രാർത്ഥിക്കും, ഭഗവാനെ, കയ്യെത്തുന്ന ദൂരത്തുനിന്നാ എനിക്കെല്ലാം നഷ്ടമായത്. ഒരുപക്ഷെ അഖിൽ സാറിന് അന്ന് അങ്ങനെ ഒരു വിധി ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും അഖിൽ സാറും ഞങ്ങളുടെ മോളും ഈ ലോകത്തെ ഏറ്റവും സന്തോഷമായി ജീവിച്ചേനെ. എന്റെയും അഖിൽ സാറിന്റെയും സ്വപ്നം അവളെ എനിക്ക് കാണിച്ചതാ എന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ക്ഷേത്രത്തിലേക്ക് രാധിക വരുന്നത്. അങ്ങനെ രാധികയും ശ്യാമയുടെ തൊട്ടടുത്ത് വന്നു നിന്നിട്ടാ ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നത്. അടുത്തടുത്ത് എന്നാൽ രണ്ടുപേരും കാണുന്നില്ല. രാധിക ചോദിക്കും, ഭഗവാനെ, എന്തിനാ എന്നോട് ആ താലി അണിയിപ്പിക്കാൻ തോന്നിച്ചത്? എങ്ങനെയാ ഞാൻ പോലും അറിയാതെ ആ സിന്ദൂരം എന്നിലേക്ക് സഞ്ചരിച്ചത്? കുത്തുവാക്കും ആക്ഷേപവും എല്ലാം ഞാൻ സഹിക്കാം. എവിടെയോ ഉള്ള എന്റെ അമ്മ തന്റെ തൊട്ടടുത്തുണ്ടെന്ന് അറിയാതെയാ രാധിക പ്രാർത്ഥിക്കുന്നത്. അമ്മയെക്കുറിച്ച് എന്റെ മുന്നിൽ വെച്ച് ആരെ കൊണ്ടും അരുതാത്തത് പറയിപ്പിക്കല്ലേ. എന്നെങ്കിലും ഒരിക്കൽ എന്റെ അമ്മ എനിക്കൊന്ന് കാണിച്ചു തരണേ എന്ന് പറയുമ്പോഴും തൊട്ടടുത്താണ് നിൽക്കുന്നത്, കാണുന്നില്ല. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് രാധിക അവിടെ നിന്ന് പോകുമ്പോഴായിരിക്കും അശ്വതി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ രാധിക അങ്ങനെ പ്രാർത്ഥനയില് അവിടെ വലം വെക്കണേ. അപ്പോഴേക്കും അശ്വതി വന്ന് നാളികേരം ഉടയ്ക്കാൻ വിളിക്കുക. ശ്യാമ നാളികേരം ഉടയ്ക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്ന അവിടേക്ക് തന്നെ രാധിക വരുന്നുണ്ട്. പക്ഷേ രാധികയുടെ അവിടെയൊന്നുമല്ല. ശ്യാമ പ്രാർത്ഥിച്ച് നാളികേരം ഉടയ്ക്കുമ്പോ അതിലൊരു കഷ്ണം രാധികയുടെ തലയിൽ വന്ന് തട്ടാണ്. രാധികയ്ക്ക് വല്ലാണ്ട് വേദനിക്കും. കൈവച്ചിങ്ങനെ തൊട്ട് നോക്കുക. അപ്പുണ്ടാവും സീമന്തരേഖയിൽ നിന്നും ചോര ഒലിച്ചു വരുന്നേ. അങ്ങനെ രാധിക സീമന്തരേഖയിലുള്ള ആ രക്തം ഇങ്ങനെ തൊട്ടു നോക്കിയിട്ട് രാവിലെ സിന്ദൂരം തൊട്ടതും അത് മായ്ച്ചു കളഞ്ഞതൊക്കെ ആലോചിക്കാം. അവിടുന്ന് തന്നെയാണല്ലോ ഇപ്പോ രക്തം വന്നിരിക്കുന്നത്, അതും റെഡ് കളറ്. രാധിക ചുറ്റിലും നോക്കും. അപ്പോഴേക്കും ശ്യാമ അവിടുന്ന് പോയി കഴിഞ്ഞു. പിന്നെ വേഗം ഭഗവാന്റെ മുന്നിലേക്ക് ഓടുകയാണ്. എന്നിട്ട് പറയും, ഭഗവാനെ, ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അങ്ങ് എന്നോട് ആവശ്യപ്പെടുക, അതാ ശരി. എന്റെ നെഞ്ചിൽ ഒട്ടിക്കിടക്കുന്ന ഈ താലിയും അങ്ങ് അണിയിച്ചു തന്ന സിന്ദൂരവും ഞാൻ എന്റെ മനസ്സിൽ ഉറപ്പിക്കുക എന്ന് പറഞ്ഞ് അവിടെ നിന്നിങ്ങനെ പ്രാർത്ഥിക്കുക. സങ്കടവും കരച്ചിലും ഉണ്ടെങ്കിലും ഒരു ചെറു പുഞ്ചിരിയും രാധികയുടെ മുഖത്തുണ്ട്. ശേഷം പിന്നീട് കാണിക്കുന്നത് ഇതേ സമയം കണിമംഗലത്തുനിന്ന് വരുൺ രാധികയെ അന്വേഷിച്ച് വീട്ടിൽ വന്നിരിക്കുക. പുറത്തേക്ക് ഇറങ്ങി വരുന്ന യശോദാമ്മയാണ് വരുണിനെ കാണുന്നത്. പെട്ടെന്ന് കാണുമ്പോ ഒന്ന് ഞെട്ടും. എന്താ മോനെ? ഒന്നുമില്ല, ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. യശോദ പറയും, അദ്ദേഹം പുറത്തുപോയി, ബാക്കി എല്ലാരും ഇവിടെ ഉണ്ട്. അത് മതി. അപ്പോഴേക്കും മുത്തശ്ശി വരികയാണേ. വരുണിനെ കാണുമ്പോ ഒരു വെപ്രാളം. അല്ല, മോൻ എന്തൊന്നും വിളിക്കൂലും വിളിക്കാതെ വരേണ്ട കാര്യത്തിന് അങ്ങനെ തന്നെ വേണല്ലോ. വാ, അകത്തേക്ക് കയറിയിരിക്കാം. വരുൺ അപ്പോഴും ചുറ്റിലും നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറുന്നത്. അമ്മയുടെ മുത്തശ്ശിയുടെ മുഖത്ത് നല്ല ടെൻഷനുണ്ട്. എന്തോ രണ്ടുപേർക്കും എന്തോ ഒരു ടെൻഷൻ ഉള്ളതുപോലെ. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ എന്ത് പ്രശ്നോ? അവിടെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ എന്ന് മുത്തശ്ശി ഇങ്ങനെ വെപ്രാളത്തിലാ ചോദിക്കുന്നത്. വരുൺ പറയും, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ അവിടെ ഇരിക്കും. പ്രിയങ്ക മോളോ? വരുൺ പറയും, അവിടെയുണ്ട്. അമ്മയും അച്ഛനൊക്കെ അവളെ സ്നേഹിക്കാൻ മത്സരിക്കുക. അപ്പൊ അമ്മ പറയും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ വരുൺ പറയും, അമ്മയും മുത്തശ്ശി ഇവിടെ ഇരിക്കി, വെള്ളം എടുക്കാൻ ഇവിടെ ജോലിക്കാരിയില്ലേ? അത് കേൾക്കുമ്പോ തന്നെ അവരൊന്നുകൂടെ ഞെട്ടും. അത് പിന്നെ വരുൺ പറയും, ആ കുട്ടി ഇവിടുത്തെ ജോലിക്കാരിയാണെന്നല്ലേ പറഞ്ഞത്? അന്ന് നിശ്ചയത്തിനും മഞ്ഞൾ കല്യാണത്തിനും പ്രിയങ്കയുടെ ഒപ്പം ഉണ്ടായിരുന്ന മുത്തശ്ശി പറയും, അതെ, വേലക്കാരി തന്നെയാ. പക്ഷേ ആ കുട്ടി ഇപ്പൊ ഇവിടെ ഇല്ല. അതെന്തു പറ്റി? അപ്പൊ മുത്തശ്ശേരിയും കുറെ നാളായിട്ട് പറഞ്ഞു വിടണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഇപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞല്ലോ, ശരിയെന്ന് ഞങ്ങളും തീരുമാനിച്ചു. ഈ സമയത്ത് രാധിക ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വരുന്നുണ്ട്. പുറത്ത് കിടക്കുന്ന കാറ് കാണുമ്പോ തന്നെ രാധികയ്ക്ക് കണിമംഗലത്തെ കാറാണെന്ന് മനസ്സിലാവും. വരുൺ വന്നിട്ടുണ്ടെന്ന് മനസ്സിങ്ങനെ പറയുന്ന പോലെ. ഇതേ സമയം
യശോദ ഇങ്ങനെ ആകെ ടെൻഷനിൽ നിൽക്കാണ് അകത്ത്. വരുണാണെങ്കിൽ ഇത് കേട്ട് ഷോക്കായിട്ടുണ്ട്. നീ എന്താ യശോദേ വെള്ളം എടുക്കാൻ പോകത്തെ? ഇപ്പൊ പോവാം എന്ന് പറഞ്ഞ അമ്മ പോവും. രാധിക വീടിനകത്തേക്ക് കയറാതെ അവിടെ മറഞ്ഞു നിൽക്കണേ, അകത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി പറയും വരുണിന്റെ അടുത്ത്, ഈ വീട്ടു ജോലിക്കെന്ന് പറഞ്ഞ് നമ്മൾ ഓരോരുത്തരെ പിടിച്ചു നിർത്തും. അവർക്ക് നമ്മുടെ സംസ്കാരം ഉണ്ടാവണമെന്നില്ലല്ലോ. പിടിച്ചു നിർത്തി ചീത്തപ്പേര് കേൾപ്പിക്കുന്നതിനേക്കാളും നല്ലത് പറഞ്ഞു വിടുന്നതാണെന്ന് തോന്നി. രാധിക ഇതൊക്കെ കേൾക്കുന്നുണ്ട്. വരുണിന് ഇഷ്ടപ്പെടുന്നില്ല എങ്ങനെ സംസാരിക്കുന്നത്. എന്നിട്ട് ആ കുട്ടി എങ്ങോട്ടാ പോയത്? എവിടെ ആ കുട്ടിയുടെ വീട്? മുത്തശ്ശി ആർക്കറിയാം, അതൊരു അനാഥ ജന്മ. അതിന് ഊരും പേരും തന്തയും തള്ളയൊന്നും ഇല്ല. അപ്പോഴേക്കും യശോദമ്മ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കും. രാധികയ്ക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോ വിഷമാവും. വരുണയ്ക്കും ആണോ അമ്മേ ആ കുട്ടി അനാഥയാണോ എന്ന് നോക്കുമ്പോ മുത്തശ്ശിയെ നോക്കാണ് യശോദ. അതൊക്കെ വരുൺ ശ്രദ്ധിക്കുന്നുണ്ട്. മുത്തശ്ശി ആന്ന് പറ എന്ന് കാണിക്കുന്നതൊക്കെ വരുൺ കാണാ. അങ്ങനെ മുത്തശ്ശി ഇങ്ങനെ നിർബന്ധിക്കുമ്പോ അമ്മ പറയും അതെ അനാഥയാ. ഇത് വരുണിനും സങ്കടാവും. എന്നാ പുറത്തു നിന്ന് ഇത് കേൾക്കുന്ന രാധികയ്ക്കും അങ്ങ് ഒരുപാട് സങ്കടാവാണ്. വല്ലാണ്ടങ്ങ് ഞെട്ടിപ്പോവും. മുത്തശ്ശിക്ക് സന്തോഷമാവാണ് ചെയ്യുന്നത്. അല്ല മോനെന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്? വരുൺ പറയും ഒരിക്കൽ കണ്ട് പരിചയപ്പെട്ടവരെ ഞാൻ അങ്ങനെ മറക്കാറില്ല, അതുകൊണ്ട് ചോദിച്ചതാ. എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് ആ കുട്ടിയെ കാണാൻ പറ്റുമായിരിക്കും അല്ലേ? ആ കാണാൻ പറ്റും. എന്നാ ഞാൻ ഞാൻ അമ്പലത്തിലേക്ക് ഒന്ന് കയറുന്നുണ്ട്. അച്ഛനെ അവിടെ വെച്ച് കണ്ടോളാം. ശരിയമ്മേ എന്ന് പറഞ്ഞ് വരുൺ ഇറങ്ങണേ. വരുൺ ഇറങ്ങുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോ രാധിക വേഗം അവിടുന്ന് ഓടിപ്പോവും. അങ്ങനെ വരുൺ പുറത്തേക്ക് വരുമ്പോ രാധിക ഓടിപ്പോകുന്നത് കാണാ. എന്ന് പറഞ്ഞ് വരുൺ പിന്നാലെ ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശിക്ക് ആകെ ടെൻഷനാവും. രാധികയെ കണ്ടോന്ന് പിന്നാലെ ഓടുക. അപ്പോഴേക്കും മുത്തശ്ശി അമ്മയൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട്. വരുണും അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നാ രാധിക വേഗം അവിടെ ഉണ്ടായിരുന്ന ചെടികൾക്കിടയിലേക്ക് മറിഞ്ഞിരിക്കുകയാണ്. വരുൺ ഇങ്ങനെ അങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിലും കാണുന്നില്ല. മുത്തശ്ശി ആകെ ടെൻഷനാവും. രാധികയെ കണ്ടോന്ന് വിചാരിക്കും. എന്താ മോനെ? വരുൺ പറയും ആരും ഇങ്ങോട്ട് ഓടിയതുപോലെ തോന്നി. മുത്തശ്ശി പറയും അത് അയൽവക്കത്തെ പെണ്ണുങ്ങളെ വഴി ലാഭിക്കാൻ വേണ്ടി ഇതിലേ നടന്നു പോവാ, അതായിരിക്കും. അപ്പോഴും വരുണിന് വിശ്വാസമായിട്ടില്ല. എന്നാ ശരി മുത്തശ്ശി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് വരുൺ കാറിലേക്ക് കയറണേ. അപ്പോഴും രാധിക ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ നോക്കുക. വരുണിനെ കണ്ടൊരു സന്തോഷം രാധികയുടെ മുഖത്തുണ്ട്. അങ്ങനെ കാർ അവിടുന്ന് പോകുന്നത് വരെ രാധിക വരുന്നില്ല. കാറ് പോയി കഴിഞ്ഞാലാവും രാധിക അവിടുന്ന് ഇറങ്ങി വരുന്നത്. വരുൺ പോകുന്നത് വരെ മുത്തശ്ശിക്ക് ഒരു സമാധാനം ഇല്ലായിരുന്നു. രാധിക ആ കാറ് പോകുന്നത് ഇങ്ങനെ നോക്കിയിട്ട് കഴുത്തിലെ താലി ഇങ്ങനെ എടുത്ത് നോക്കുക. അപ്പോഴേക്കും ഡി എന്ന് വിളിച്ച് മുത്തശ്ശി അങ്ങോട്ട് വരും. മുത്തശ്ശിയുടെ ശബ്ദം കേൾക്കുമ്പോ തന്നെ രാധിക താലി ആ ഡ്രസ്സിനുള്ളിലേക്ക് ഇട്ട് വെക്കണേ. മുത്തശ്ശി കണ്ടിട്ടില്ല. രാധിക തിരിഞ്ഞു നിൽക്കായിരുന്നു. ഡി എപ്പോഴാടി നീ വന്നത്? അവൻ ചോദിച്ചൊക്കെ നീ കേട്ടോ? അമ്മ വരുമ്പോ പറയും കണ്ടില്ലേടി വരുൺ ഇവിടെ എത്തിയപ്പോഴേക്കും അവന്റെ മണം പിടിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത്. രാധികയ്ക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഒന്നും പറയുന്നില്ല. മുത്തശ്ശി പറയും ഇനി ഒരിക്കൽ പോലും നീ അവന്റെ കൺമുന്നിൽ വന്ന് പെട്ടുപോകരുത്. അറിഞ്ഞോ അറിയാതെയോ അവന്റെ മുന്നിലെങ്ങാനും പെട്ടുകളഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞ് രാധികയുടെ കവിളിൽ ഇങ്ങനെ പിടിച്ചമർത്തുക. ശേഷം പറയും യശോദേ വരുണിന്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ വന്നിട്ടുണ്ട്. അത് വളർന്നാൽ അപകടാ, മര്യാദയ്ക്ക് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞ് അവരവിടുന്ന് പോവും. പോയി കഴിഞ്ഞാല് രാധിക വന്ന് അമ്മയോട് വയ്ക്കും എനിക്ക് അച്ഛനും അമ്മയും ഇല്ല, ഞാൻ അനാഥയാണെന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങുമ്പോഴൊക്കെ അമ്മ എന്റെ വാ പൊത്തിയിട്ടുണ്ട്. ആ വാക്ക് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേ നാവ് കൊണ്ട് തന്നെ അമ്മ പറഞ്ഞില്ലേ ഞാൻ അനാഥയാണെന്ന് എന്നിങ്ങനെ സങ്കടത്തിൽ ചോദിക്കുക. അമ്മ ആകെ സങ്കടത്തിൽ തന്നെയാ. മോളെ എന്ന് വിളിക്കുമ്പോ രാധിക അറിയും എനിക്കറിയാം, എങ്ങനെ തൂക്കി നോക്കിയാലും അമ്മ പ്രസവിച്ച മോളുടെ സ്ഥാനമൊന്നും എനിക്ക് തരാൻ പറ്റില്ലല്ലോ. രാധിക ഇങ്ങനെ പറയുമ്പോ അമ്മയുടെ സങ്കടം ഇരട്ടിയാവും. ചങ്ക് പറിക്കുന്ന വേദനയിലാ അമ്മ ആ വാക്ക് പറഞ്ഞത്. അതെന്തിന്റെ പേരിലാണ് ആ വാക്ക് പറഞ്ഞതെന്ന് മോൾക്കറിയോ? പറയാതെ പറ്റില്ലായിരുന്നു കുട്ടി. അല്ലാതെ നിന്നോട് ഇഷ്ടക്കുറവുണ്ടായിട്ടൊന്നുമല്ല. നീ ഈ അമ്മയുടെ മോള് തന്നെയാ. അമ്മയുടെ ശ്വാസം നിലയ്ക്കുന്നത് വരെ അതിനൊരു മാറ്റവും വരില്ലാട്ടോ എന്ന് പറഞ്ഞിങ്ങനെ സങ്കടത്തിലാ ആ അമ്മയും സംസാരിക്കുന്നത്. രാധിക സങ്കടത്തോടെ അമ്മയെ കെട്ടിപ്പിടിക്കും. അങ്ങനെ അമ്മയും രാധികയെ കെട്ടിപ്പിടിച്ചിങ്ങനെ മാറോട് ചേർത്ത് വെച്ച് രണ്ടുപേരും പൊട്ടിക്കറിയാ. അപ്പോഴേക്കും ഇതും കണ്ട് മുത്തശ്ശി അങ്ങോട്ട് ഒന്നുകൂടെ വരും. ഇത് കാണുന്ന അവര് മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട്. ശേഷം പിന്നീട് കാണിക്കുന്നത് വരുൺ ക്ഷേത്രത്തിലെത്തിയിരിക്കുക. അങ്ങനെ ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഈ നടയില് എത്രയോ തവണ ഞാൻ എന്റെ പ്രിയപ്പെട്ടവളെ കണ്ടിരിക്കുന്നു. ഇവിടെ നിന്നാണ് ഞങ്ങൾ മനസ്സ് നിറയെ പരസ്പരം കണ്ടത്. ഇതേ സമയം രാധികയും അവിടെ വീട്ടിലെ പൂജാ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. അപകടമാണ്. അമ്മയ്ക്കും മുത്തശ്ശിക്കും കൊടുത്ത വാക്കിനപ്പുറം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. വരുൺ പ്രാർത്ഥിക്കും എവിടേക്ക് പോയെന്ന് പറഞ്ഞാലും എനിക്ക് അവളെ തിരഞ്ഞു കണ്ടുപിടിച്ചേ പറ്റൂ. ഈ സമയം രാധിക പറയും എന്നെ തെരഞ്ഞു കണ്ടുപിടിക്കാൻ വരുണിന്റെ മനസ്സിനെ തോന്നിപ്പിക്കല്ലേ. വരുൺ പറയും അവളോടൊപ്പം അല്ലാതെ എനിക്ക് മറ്റൊരു കുടുംബജീവിതമില്ല. രാധിക പറയും പ്രിയങ്കയുടെ ഭർത്താവാ, അവളോടൊപ്പം ആയിരിക്കണം വരുണിന്റെ കുടുംബജീവിതം. വരുൺ പറയും ആവശ്യങ്ങളൊന്നും ഞാൻ ഭഗവാന്റെ മുന്നിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ ഇതെന്റെ ആത്മാവിന്റെ സത്യമാ. അവളെ ഞാൻ എന്റെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടാ വരുൺ പ്രാർത്ഥിക്കുന്നത്. മനസ്സ് നേറിക്കൊണ്ട് രാധികയും. അങ്ങനെ ഒരേ ഭഗവാന്റെ മുന്നില് രണ്ടുപേരും കരഞ്ഞോണ്ട് ഇങ്ങനെ സങ്കടത്തോടു കൂടി സംസാരിക്കുന്നത് കാണിച്ചുകൊണ്ടാ ഈ എപ്പിസോഡ് കഴിയുന്നത്. അപ്പോ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്